പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹിതരെ, ഈശോയുടെ സ്വന്തം മക്കളെ, ഇന്ന് പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ഈശോ ഒരു മെസ്സേജ് നൽകി. അത് പറയാനും അത് ഷെയർ ചെയ്യാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോടും സഹചരോടും പറയുന്നൊരു കാര്യമുണ്ട്. ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയെ നേരിൽ കാണാൻ കഴിയാത്ത വിഷമം നിനക്കുണ്ടെങ്കിൽ, ഈശോയെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ, ഈശോയോട് മുഖാമുഖം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മോശ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചതുപോലെ ഈശോയോട് സമരയാക്കാരി സ്ത്രീയും അതുപോലെ സക്കൈവൂസും ഈശോയെ കണ്ട് സംസാരിച്ചതുപോലെ ഈശോയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദിവ്യകാരണ ഈശോയുടെ മുമ്പിൽ പോകണം. സക്രായ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ. അതില്ല, സൗകര്യമില്ലാത്തവർ അവരവരുടെ ദേവാലയത്തിനകത്ത് ആ സക്രാരിയിൽ നോക്കിയിരിക്കണം. ശരിക്കും പച്ചയായ ജീവനുള്ള ഈശോയാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതിരുന്നിട്ടില്ല, ഒരു പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതെ ഇരുന്നിട്ടില്ല മക്കളെ. എന്നെ ദൈവം നടത്തിയ വഴികളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഞാനത് എല്ലാവരോടും ഷെയർ ചെയ്യും. അതുപോലെ ഇന്ന് പ്രാർത്ഥനയിലായിരുന്നപ്പോൾ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥനയായിട്ട് കർത്താവ് ഈശോ മിശിഹ മുട്ടന്മേൽ നിന്നുകൊണ്ട് ഈശോയോട് ഇങ്ങനെ ദിവ്യകാരണ ഈശോയെ നോക്കി സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അതരത്തിലും ഹൃദയത്തിലും ഒരു മെസ്സേജ്, ഒരു വചനം ഈശോ ഇങ്ങനെ നൽകുകയാണ്. ആ വചനം ഇങ്ങനെയായിരുന്നു: ഇതാ അവിടുന്ന് മനുഷ്യരോട് കൂടെ. എനിക്ക് വചനം പെട്ടെന്ന് ആ വാക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ഈശോയെ സ്തുതിച്ചു. അപ്പോൾ വീണ്ടും ഒരു സ്വരം ഇതുപോലെ കേൾക്കുന്നു: അവിടുന്ന് അവരോട് കൂടെ വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആഴങ്ങളിൽ കർത്താവ് ഈശോയെ എന്ന് പറഞ്ഞാൽ ഈശോയോട് ഇങ്ങനെ ഭാഷ ഈശോ നൽകിയിരിക്കുന്ന ഇതനുസരിച്ച് സ്തുതിച്ചു. അപ്പം പെട്ടെന്ന് ഈശോ എനിക്ക് ആ വചനം മനസ്സിലാക്കി തന്നു. ഉടനെ ഞാൻ വചനം എടുത്തു. ആ വചനം ഇതായിരുന്നു: വെളിപാട് 21:3. സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ നിത്യാരാധനയുടെ മഹത്വം 2 ഗാനങ്ങളിലൂടെ ഈശോ എനിക്ക് കാണിച്ചു തന്നു. ഒരു ഗാനം ഇതായിരുന്നു: പരിശുദ്ധൻ മഹോന്നതൻ. വീണ്ടും ഈശോ ഒരു ഗാനം കൂടെ എനിക്ക് കാണിച്ചു തന്നു: ആത്മാവിൽ ഒരു പള്ളിയുണ്ട്. ഇങ്ങനൊരു ഒരു ഗാനമായിരുന്നു ഈശോ കാണിച്ചു തന്നു. എത്ര പേർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്ന് അറിയില്ല. ഈ വചനം എഴുതുമ്പോഴും പറയുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. കർത്താവ് ഈശോ മിശിഹ നൽകിയ ആ ഒരു മെസ്സേജ് എത്ര പേരുടെ ആഴങ്ങളിൽ, ഹൃദയത്തിന് ആഴങ്ങളിൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ദൈവം ഇത് കേൾക്കുന്നവർക്ക് അതിൻ്റെതായ തുറവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈശോ അവസാനം ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈശോ വീണ്ടും ഉള്ളിലൊരു മെസ്സേജ് പോലെ ഈശോ ഇങ്ങനെ പറയാണ്: പോയി ഇത് ജനങ്ങൾക്ക് കൊടുക്ക്. എനിക്കത് നല്ല വ്യക്തതയായിട്ട് എനിക്കത് മനസ്സിലായി. കാരണം ഞാൻ വീണ്ടും ഇരുന്നപ്പോൾ എന്നെ വീണ്ടും പ്രഷർ ചെയ്യാണ്: ഗോ ആൻഡ് ഗീവ്, പോയി കൊടുക്ക്, പോയി ഇത് ജനങ്ങൾക്ക് കൊടുക്ക്, ജനങ്ങളോട് പറ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ലൊരു പ്രചോദനം കിട്ടി. കർത്താവ് ഈശോയോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ വളരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.